ചന്ദ്രു ചന്ദ്ര സ്നൈപ്പിന് എടുക്ക്. അതെ നിങ്ങളെല്ലാരും പെട്ടെന്ന് വരും നമുക്ക് ഈ റേഡിയോ ഉള്ള അടിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പൂർവ്വളിയാ ഒറ്റക്കെട്ടിക്ക് പോയാ സ്നൈപ്പർ എടുക്ക്. പണിയായല്ലോടാ ഇതൊക്കെ. ഇങ്ങനെ പോട്ട് ഇങ്ങനെ വില്ലുവിനെ അടിച്ചത് അല്ല ചന്ദ്രു. നമ്മള് നോക്കുമ്പോഴേ ഇവന്മാരെല്ലാരും കൂടി ഇറങ്ങി വന്നിട്ട് നേരെ കണ്ടെയ്ൻ ചെയ്യുമായിരുന്നു. അയ്യോ സോറി നേരെ കണ്ണേം ചെയ്താ. നേരെ വന്ന ഒറ്റ കണ്ണേമ. എടാ ഈ ഡെഡ് കേരി അടിച്ചോടല്ല അവര് പോയത്, അതോ പൊക്കിയിട്ട് കേരി അടിച്ചോണ്ടാണോ പോയത്? അടിച്ചിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല. അത് ഹെൽപ്പ് ഇട്ട് നോക്കാം. പൊക്കിക്കൊണ്ട് റിവ് ചെയ്തിട്ട് കൊണ്ടുപോയതാ. വണ്ടി എടുത്ത ഏതാ വണ്ടി? ഏതെങ്കിലും എടാ വെയിറ്റ് ചെയ്യടാ, സിറ്റുവേഷനിൽ ഇരിക്കണടാ മൈൽസേ. നോക്കട്ടെ ഇവന്റെ അടുത്ത് വെക്കാം. ഹലോ മച്ചു. ഹലോ എവിടെ? ഡെഡ് കേരിയാന്ന്. ഡെഡ് കേരി ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. ഹെൽപ്പഡ് അല്ല ഹെൽപ്പഡ് അടിച്ചാലോ നമുക്ക് അടിക്കാൻ പറ്റുമല്ലോ. അവനെ കൊണ്ടുപോയി. നമ്മുടെ മുമ്പിൽ കണ്ടായിരുന്ന ആരേലും ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എടാ അവരെ കൊണ്ടുപോകണേന്ന് കണ്ടതാ. ഇല്ല അല്ലാണ്ട് എങ്ങനെ കൊണ്ടുപോകണേന്ന് കണ്ടില്ല. മനസ്സിലായില്ലേ? അത് ഇത് ചെയ്തിട്ടാണോ എങ്ങനെയാന്ന് അവൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാനും ക്യാരി അടിച്ചിട്ടാ കൊണ്ടുപോയത്. ഡെഡ് ക്യാരി ആണെന്ന് പറഞ്ഞു. ഞാനും ക്യാരി അടിച്ചിട്ട് പോണത് ഡെഡ് ക്യാരി ആണെന്ന് പറഞ്ഞോടാ. ഗാങ്സിലാണോ? ഞാനാ എല്ലാരും അവിടെ അടിച്ചത് ടവര് വാണങ്ങളായിട്ട്. ഞാൻ വിചാരിച്ച അമ്മേനെ നമ്മുടെ അടുത്തോട്ട് പുഷ് ചെയ്യുന്നത്. എന്തിനത്? ശരി നിങ്ങളെ വണ്ടി എടുക്കട്ടെ. നീങ്ങനാണാ നില്ല ഈ വണ്ടി വെയിറ്റ് ഗ്യാങ്ങോസ് എല്ലാരും എവിടെ പോണേ? പോയിട്ട് കാര്യമൊന്നുമില്ല. ഡെഡ് ക്യാരിയാ നോക്കിട്ട് പറയാം. ആരുടെ കൊണ്ടുപോയേ? എടാ ഏബലേ എന്താടാ കാണിക്കണേ? ഏബലേ ഞാൻ പറയാം ഈ സിറ്റുവേഷൻ ഞാൻ നോക്കുക. ഈ സിറ്റുവേഷൻ അത്ര പേര് നിക്കുമ്പോഴാണ് എന്തെങ്കിലും കുണച്ചല്ല ഇത് അടിയായെങ്കിൽ എന്റെ വായിരിക്കണ ചുമ്മാ വന്ന് കണ്ടേം ചെയ്താ. അവിടെ ചന്ദ്ര എന്താ നടന്നത് വെച്ചാ ഈ പാച്ചുവിനടുത്ത് ഇവരൊക്കെ ഗണ്യ നമ്മളെ വില്ലുമോനും ജുഗുറും ഇവരൊക്കെ ഗണ്യം ചെയ്ത് നിൽക്കുവായിരുന്നു. പെട്ടെന്നൊരു 2-3 വണ്ടി ഒന്ന് കുത്തിയിട്ട് വില്ലുവിനെ ഗണ്യം ചെയ്തിട്ട് ഓൾറെഡി അവന്മാർ അടിച്ചില്ലേ നിങ്ങൾ? അതിന്റെ ദേഷ്യം ഉണ്ടാവും. ലക്ഷക്കണക്കിന് ആൾക്കാരെ ഞാൻ കണ്ടപ്പോ ഷോപ്പിന്റെ അവിടെ ഒരു വണ്ടി കൊടുത്തിട്ട് നമ്മളാണ്
കൊണ്ടുപോയാടാ കൊണ്ടുപോയെന്നാ പറയണ. ഏത് സിറ്റുവേഷന്റെ ബേസിസാ? രാവിലെ കൊണച്ചിട്ട് പോയായിരുന്നു, പക്ഷെ നമ്മൾ അതന്നെ വൈകിട്ട് കൊണച്ച തന്നെയാണോ? ആ ഹെൽപ്പിട്ട. എടാ ഡെഡ് കേരി അല്ലേ അപ്പാ? ഓക്കെ സോറി ഒരു ബൈ മിസ്റ്റേക്ക് ഒരു ഇതായതാ. സോറി ഇല്ല, അവരൊക്കെ ഇത് ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. ഞങ്ങളെ ലൈക് ഡെഡ് കെയർ ചെയ്തിട്ടാണ് കൊണ്ടുപോയെന്നാ വിചാരിച്ചത്. ഈ വണ്ടി സർവീസ് ഉണ്ടാ? വണ്ടി ബ്രേക്ക് പിടിച്ച അല്ല അവരെന്താ വെച്ചാ പറ്റി. കേട്ടില്ല. ഉച്ചക്ക് ഒന്നര കൂട്ടല്ലോ ഒരുത്തന്റെ നമ്മുടെ പേരറിയില്ലല്ലോ. നിനക്ക് അവിടെ വെച്ചിട്ടാണ് ബോധം വന്നത്. എടാ അതില് പേര് പോലും അറിയത്തില്ല, പിന്നെ ഇങ്ങനെ നമ്മളാന്ന് പറഞ്ഞ സിറ്റുവേഷൻ എടുക്കുന്നേ അത് ചോദിക്കുന്നേ, നമ്മളാങ്ങനെ അറിയുന്നേ. ഇതൊക്കെ എന്താടാ? അഡ്മിനെ വിളി. ഹലോ കറക്റ്റ് സമയത്ത് കത്തിയല്ലേ? ആരെങ്കിലും പോയായിരുന്നു സംസാരിക്കാൻ? സംസാരിച്ച് അത് അവര് സിറ്റുവേഷൻ ബേസ് ചെയ്തത് ഡ്രസ്സിന്റെ ബേസിലാണ്. ആ സെയിം ഡ്രസ് ഇട്ട് അതുകൊണ്ട് ഒന്ന് ഗണ്ണെയിം ചെയ്തപ്പോ ഫിയർ കാണിച്ചില്ല, അതുകൊണ്ട് അടിച്ചിട്ടു. സെയിം ഡ്രസ് ആയിരുന്നു. ആ സെയിം ഡ്രസ്സാണെന്നാ പറഞ്ഞത്. പിന്നെ അടുത്ത് എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു ചെറുക്കനെ എപ്പോ വിട്ടു തരുമെന്ന് ചോദിച്ചു. ചെറുക്കനെ കൊന്നിട്ടേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ചോദിച്ചമാര് അടുത്ത് എന്തുവാന്ന് ഞാൻ പറഞ്ഞു. ചെറുക്കനെ കിട്ടിയിട്ട് ബാക്കി പറയാം. ഓക്കെ ഇല്ലല്ലോ, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അമ്മാരുടെ എങ്ങനെ ഹലോ അമ്മ റേഡിയോ ഇറങ്ങിപ്പോ എല്ലാരും മേഡി ഹലോ ഹലോ ബ്രോ, ഞാൻ ചന്ദ്രനാണ് സംസാരിക്കുന്നത്. ബ്രോ നിങ്ങളിത് ഇന്ന് ഈവനിങ് നടന്ന സിറ്റുവേഷന്റെ ബേസിലാണോ അവരെടുത്തെ? ആരാ? ലൂസിയോ? ആ ഓക്കെ. അല്ല ബ്രോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ അവര് ഫിയർ കാണിച്ചില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്, അതുകൊണ്ടാണോ വിളിച്ചേ? ഹലോ ചന്ദ്ര. ജോസറ്റി പറ. ചന്ദ്ര, ഉച്ചത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മളെ ചെറുക്കൻ്റെ ഗണ്ണയും ചെയ്തിട്ട് മറ്റേ വില്ലും സെക്കനും കൂടെ കയ്യിരിക്കുന്ന പൈസ എടുത്തോണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടി ഇടിച്ചില്ല, അവന്റെ മറ്റേ ഇതിലുള്ള ഇഷ്യൂ വന്ന് പറഞ്ഞിട്ടും അവന്മാര് ഇറങ്ങി അടിക്കുകയാണ് ചെയ്തത്, അറിയാലോ. അപ്പൊ അതുകൊണ്ട് ബാക്കി വന്ന് നമ്മൾ എടുത്തതാണ്. ഓക്കെ. അല്ല അവര് നിങ്ങള് ഗണ്ണൻ ചെയ്തപ്പോഴത്തേക്കും ഇതായിക്കില്ല? ചന്ദ്ര, ആദ്യത്തെ ഒരു തവണ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം വന്നു ഗണ്ണയും ചെയ്തു, അവ ഇറങ്ങി അവന്റെ പൈസ കൊണ്ടുപോയി. രണ്ടാമത് അവന്മാര് വണ്ടി ഇരുന്നാണ് സംസാരിച്ചെന്നാ പറഞ്ഞത്, മനസ്സിലായില്ലേ? വണ്ടി ഇരുന്ന് സംസാരിക്കുമ്പോ നമ്മൾ ഇറങ്ങി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല ഇപ്പൊ നിങ്ങൾ വന്നിട്ട് അവരെങ്ങനെയാ കൊണ്ടുപോയെന്നാ ഞാൻ ജസ്റ്റ് ചോദിച്ചത്. അല്ലെ ഗണ്ണയും ചെയ്തു. അന്നേരം അവര് ഫിയർ കാണിച്ചില്ലെന്നാണ് ചോദിക്കുന്നത്. ആണോ? അതാ ഞാൻ ഫിയർ കാണിച്ചില്ല, അതുകൊണ്ടാണ് അവിടെ നിന്ന് നേരെ അടിച്ചത്. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ എങ്ങനെ സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ അവരുടെ പയ്യൻ അവരുടെ അടുത്ത് സംസാരിച്ചു? നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ആയിട്ട് പ്രീവാറ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലെങ്കിൽ അല്ല നിങ്ങൾ അവരെ നിങ്ങൾക്ക് വിട്ട് ഞങ്ങൾക്ക് അവരെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി നമ്മൾ സംസാരിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇത്. അവരെ എന്ത് ചെയ്യണം നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഫർദർ കാര്യങ്ങൾ ഇപ്പൊ പറയണം. അതൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല അത് ഇപ്പൊ എനിക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ല. കാരണം അവര് ചെയ്തതിനുള്ളത് ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ പ്രീവാറോ വേറെ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അതിനാണ് റെഡിയിൽ കയറാൻ പറഞ്ഞത്. ഇല്ല ബ്രോ, ഇപ്പം അവരെ നിങ്ങൾ ഇപ്പം ചെയ്തിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം അവൻ ഹോസ്റ്റേജ് എടുത്ത പയ്യ ഇവിടെ തന്നെ ഉണ്ട്. ഒരു സെക്കൻഡ് ഇപ്പൊ പറയാം. നിങ്ങൾ ഈ റൈഡിൽ തന്നെ ഹോൾഡ് ചെയ്യണം.
കിട്ടിയൊന്നും പോരെ കഴിഞ്ഞില്ലേ ഇപ്പൊ? കഴിഞ്ഞില്ല പിന്നെ 15 മിനിറ്റ് എപ്പോഴും കഴിഞ്ഞില്ലേ ഇപ്പൊ? 30 മിനിറ്റ് 30 മിനിറ്റ് ആണോ? 30 മിനിറ്റ് അവര് വെയിറ്റ്. ഹലോ എടാ എടാ എന്തിയാ എപ്പ അടിക്കാൻ? ടർഫ് കഴിഞ്ഞിട്ടല്ലേ അപ്പാ? ടർഫ് എത്ര മണിക്കാ? 11 അല്ലേ? 11 മണി. ഇപ്പൊ 10-18. നമുക്ക് എങ്ങനെ പോലും അപ്പുറത്തെ സെർവറിലാണ് ടർഫ്. അപ്പോൾ നടക്കൂല. അപ്പോൾ ടർഫ് കഴിഞ്ഞിട്ട് പ്രീ വാറ്, അത് കഴിഞ്ഞ് വാറ്, അങ്ങനല്ലേ? അപ്പൊ അവന്മാരെ എന്ത് ചെയ്യോടാ? അവന്മാരെന്ത് ചെയ്യോ? അവന്മാരെ പറ്റി ഇത് ചെയ്യോ? എന്തായാലും എങ്ങനെയായിരിക്കും? കാരണം ഇവന്മാര് റോബ് ചെയ്ത ചന്ദ്ര ഇവന്മാര് ഐഡന്റിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ ഡയറക്റ്റ് വന്ന് എടുക്കാറ്റത്. അത് സിറ്റുവേഷൻ അവര് സംസാരിച്ചോണ്ടിരിക്കണോ ഇപ്പൊ? അഡ്മിൻ ക്ലിയർ ചെയ്ത് പറയാന്ന് പറഞ്ഞു. എന്നാ അത് അതിന്റെ അവര് ക്ലിയർ ചെയ്തതിനു ശേഷം സംസാരിക്കാം. അതിനെ കുറച്ചുകൂടെ നല്ലതെന്നാ. ഓക്കെ. ടർഫിന് വാസലുണ്ടോടാ? ഓക്കെ. അപ്പൊ ഇത് സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനാ? സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. ഓൺഗോയിങ് സിറ്റുവേഷൻ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഈ രീതിയിൽ എന്തെങ്കിലും ആയിട്ട് തോന്നുവാണെങ്കിൽ ടിക്കറ്റ് വിളിച്ചിടാൻ പറയും. ഞാനിപ്പോ റെഡി വരാം. എടാ നിങ്ങളിപ്പോ വിടുമായിരിക്കുമല്ലോ? ഓക്കെ ഒരു 4 മിനിറ്റ് കൂടെ ശരി ശരി. ഓക്കെ എടാ അപ്പൊ ഞാൻ അമ്മ അടുത്ത് പറയുവാണേ പ്രിയർ നമ്മുടെ ടർഫ് കഴിഞ്ഞിട്ട് അടിക്കുമെന്ന്. ടർഫ് കഴിഞ്ഞിട്ട് ടർഫ് ഇല്ല ഞാൻ റെഡി പറയില്ലോനെ. ഞാൻ പറയാം. എടാ ബാക്കിയുള്ളവർക്ക് ഓക്കെ അല്ലേ? എടാ ഹലോ റേഡിയോയിലുള്ള കുണ്ണാൾക്കൊന്നും ചെവി വെക്കുന്നില്ലേ? അളിയ ഞാൻ ടർഫ് വേണ്ടി വരാ 12 മണി. ഓക്കെ ഓൾ സെറ്ററാ പോടാ അടിക്കാം അടിച്ച് 2 ഫോം പണം അത്രേ ഉള്ളൂ. ഹലോ ഹലോ ബ്രോ. അപ്പോൾ അവരടിച്ചാൽ ഞങ്ങൾ സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം എന്തായാലും. ഞങ്ങൾക്ക് പക്ഷേ ടർഫ് ഉണ്ട്. ആ ടർഫ് കഴിഞ്ഞിട്ട് പ്രീവാറ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പോവാം. സിറ്റുവേഷൻ ടൈം ഞങ്ങൾക്ക് 11 മണിക്കാണ് വേറെ. അത് പിന്നെ നമ്മുടെ സിറ്റിയുടെ ഇതുപോലെ ഇരിക്കാതെ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് പോകുന്നത് അതിന്റെ കാര്യം. അത് അതിനനുസരിച്ച് ടർഫിന്റെ ഇതാണ്. അല്ല നമ്മള് ഒരു മിനിമം ലേറ്റ് ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതാ ഞാൻ ചോദിക്കുന്നത്. ഞങ്ങളത് എന്തായാലും മാക്സിമം എനിക്കാണത് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 മണി 12:30 എല്ലാം സെറ്റ് ആവുന്ന എൻ്റെ വിശ്വാസം. 12 മണിക്ക് പ്രീവർ റെഡി നടക്കോ ചന്ദ്ര? നോക്കാം മാക്സിമം. ഓക്കെ 12:30 നോക്കും. ഇല്ലെങ്കിൽ നാളത്തേക്ക് കേട്ടാ. ഓക്കെ ഡൺ. Let's go. എടാ എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാമല്ലോ വില്ലുവനെ. ഇപ്പൊ നീ ഇവിടെ നല്ല ഉച്ചയായിട്ട് ഇരിക്കുന്നു. നീ പുറത്തിറങ്ങിയിട്ട് എന്തിനാ നീ കണ്ണന്തിരി കാണിക്കൂലടാ? പെട്ടെന്ന് ടൈമില്ല കാണിക്കുന്നു അമ്പടി കൊള്ളി. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ അതേമാതിരി നമ്മളങ്ങോട്ട് ഇവിടെ എല്ലാരും കത്തിക്കുന്നേ. അപ്പൊ ടർഫൊക്കെ പോയി വിളിച്ചിട്ടോ? എനിവേ സംസാരിച്ചാലും സന്തോഷം. അയ്യോ എടാ ഞാൻ വല്ല കുടുക്കനെ കിട്ടുമെന്ന് വിചാരിച്ചു. ഇതാണ് ഡബ്ല്യു ക്ലൈമാക്സ്.
ഈ ക്രോസ് ഡിസേബിൾ ചെയ്യാനുള്ള കമാൻഡ് എന്താ? ഐഡിയ? എനിവൺ? അറിയില്ല.